ഹായ് ഗായ്സ്, നമുക്കിന്നൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. ക്യാബേജ് തോരൻ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ക്യാബേജ് തോരനാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ യാ ഇറ്റ്സ് സിമ്പിൾ ബട്ട് ഓൾസോ പവർഫുൾ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കറിക്കുള്ള ഐറ്റംസ് ഇങ്ങനെ അടുപ്പിച്ച് വെക്കില്ലേ, അടുപ്പിച്ച് വെക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് ഓരോന്ന് വെക്കില്ലേ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ ഈ തോരന് വേണ്ടിയിട്ട് നമ്മളൊരു തോരനാക്കി തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. അത് തന്നെയാണ് നമ്മൾ തോരനാക്കി എടുക്കുന്നത് ലാസ്റ്റ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ വറവെല്ലാം കൂടി ഇടുകയെന്നേ ഉള്ളൂ. അതത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ലല്ലോ. സോ ഇനി നമുക്ക് ക്യാബേജ് ഒന്ന് അരിഞ്ഞു തുടങ്ങാം. ആക്ച്വലി എഡിറ്റഡ് വേർഷൻ ആക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത പണി തന്നെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് കാണുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ അത്രയും ടൈം എടുത്ത് ചെയ്ത ഒരു പണി പെട്ടെന്ന് പെട്ടെന്ന് തീർന്നതാണ് ഒരു മനസ്സുഖം. ആ ടൈമിൽ നമ്മൾ ഈ പണ്ടാരം തീരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഈ എഡിറ്റഡ് വേർഷൻ ആക്കുമ്പോൾ ഇങ്ങനൊരു ഗുണവും കൂടി ഉണ്ട്. നമുക്കതൊരു സന്തോഷമായിരിക്കും കാണുമ്പോൾ. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ മിക്സിങ് തുടങ്ങാം. അതായത് അരിഞ്ഞു വെച്ച ക്യാബേജിലേക്ക് ഒരു പിടി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അരയോ ഒന്നോ സവാള എടുക്കാം, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഇഞ്ചി. ചിലപ്പോൾ ഞാൻ കാണിക്കുന്ന വിഷ്വൽസും പറയുന്ന ഓഡിയോയും തമ്മിൽ അത്ര മാച്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ചെയ്തപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയ സംഭവങ്ങൾ എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷെ ഞാൻ പറയുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനും പറ്റുന്നില്ല, സോറി. ഈ പച്ചമുളക് ഞാൻ ലാസ്റ്റ് അരിയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ആദ്യം തന്നെ അതൊക്കെ എടുത്ത് ഇങ്ങനെ തിരുമ്മിയൊക്കെ വെക്കുമ്പോൾ എൻ്റെ കൈ ഭയങ്കരമായിട്ട് എരിയും. കാരണം എൻ്റെ കയ്യിലെ സ്കിന്നിൻ്റെ ടിഷ്യൂസ് ഭയങ്കര സോഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അരിയും ഉഴുന്നും വറവലിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അടുത്തൊരു പൊട്ടിത്തെറിക്കുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മറിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്കെല്ലാം തെറിക്കും. അതിനുശേഷം 2 ഉണക്കമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആൻഡ് ഫൈനലി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ, പിന്നെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലാക്കാം. ആൻഡ് ഹിയർ ഇസ് അവർ cabbage toast is ready.